കോഴിക്കോട് ചക്കുംകടവ് പയ്യാനക്കൽ റോഡിന് വീതി കൂട്ടണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 4 പതിറ്റാണ്ട് മുൻപ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടും മറ്റ് നടപടികൾ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഗതാഗത കുരുക്ക് കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ. ചെറിയ 2 വാഹനങ്ങൾ കടന്നുപോയാൽ പോലും ഗതാഗത കുരുക്ക്. നിരന്തരം സംഭവിക്കുന്ന അപകടങ്ങൾ. ചക്കുംകടവ് പയ്യാനക്കൽ റോഡിന്റെ വീതിക്കുറവുണ്ടാക്കുന്ന ദുരിതം ചെറുതല്ല. സ്ഥലം വിട്ടു നൽകാൻ പ്രദേശവാസികൾ ഒരുക്കമാണ്. എന്നാൽ സ്ഥലമേറ്റെടുക്കൽ നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നില്ല എന്നാണ് പരാതി. 40 വർഷമായി മാസ്റ്റർ പ്ലാൻ നിലനിൽക്കുന്നതിനാൽ റോഡിന്റെ ഇരുവശത്തുമുള്ള സ്ഥലമുടമകൾക്ക് നിർമ്മാണ അനുമതി ലഭിക്കുന്നില്ല എന്നതും പ്രധാന പ്രശ്നം. 2 വണ്ടി അങ്ങോട്ട്, ഒരു ബസ്സും ഒരു ഓട്ടോറിക്ഷ എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബ്ലോക്കായി. പിന്നെ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും പറമ്പിലേക്ക് കയറ്റി ചേർത്താൽ മാത്രമേ ഉള്ളൂ ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വികസനം ഇവിടെ പെട്ടെന്ന് വരേണ്ട അത്യാവശ്യം തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും വലിയ വാർഡാണ് റവന്യൂ വാർഡ്, 21ാം റവന്യൂ വാർഡ്. ഇതിൽ 45,000 ആളുകൾ, അതിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നു. ഒരു +2 അടക്കമുള്ള ഒരു ഹൈസ്കൂൾ. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഒരു 5-6 കിലോമീറ്റർ ഇങ്ങനെ തന്നെ അത് വരുന്നു. ഇപ്പം തന്നെ നമ്മൾ അരമണിക്കൂർ ഇവിടെ നിന്നിട്ടുള്ളൂ. റോഡ് ബ്ലോക്കായിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടാണ്. സ്കൂൾ പോണ സമയത്താണെങ്കിൽ രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഇവിടുന്ന് സ്കൂളിൽ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. നിരന്തര ആവശ്യപ്രകാരം റോഡ് കേന്ദ്ര സർക്കാർ സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് സമരപരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ് കോൺഗ്രസ്. അതേസമയം നടപടികൾ ഊർജിതമായി തുടരുന്നു എന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ മറുപടി. ഗതാഗത തിരക്കു കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ നാട്ടുകാർ. ചക്കുംകടവ് പയ്യാനക്കൽ റോഡിന്റെ വികസനം എന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. സ്ഥലം വിട്ടു നൽകാൻ ജനങ്ങൾ ഒരുക്കവുമാണ്. എന്നിട്ടും എന്തുകൊണ്ട് വികസനം ഉണ്ടാകുന്നില്ല എന്ന ചോദ്യമാണ് ബാക്കി. റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.